ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെള്ളരിക്ക കൊണ്ട് ഒരു പച്ചടിയാണ്. ഈ ചൂടുകാലത്ത് ഏറ്റവും ബെസ്റ്റ് കഴിക്കാൻ പറ്റിയൊരു പച്ചടിയാണിത്. അതുപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു കറിയും കൂടെയാണിത്. ഇതൊരു സീസണാണ്. ഈ സമയം വെള്ളരിക്കയൊക്കെ കിട്ടുന്നൊരു സീസൺ. വിഷുവിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ വെള്ളരിക്കയൊക്കെ ഒരുപാടുള്ള സമയമാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു വെള്ളരിക്കയുടെ പകുതി, 1/2 കിലോയ്ക്കടുത്ത് വെള്ളരിക്ക എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം ചെത്തി കുരുവെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്നു. അതിലേക്ക് നമ്മൾ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് നെകയ്ക്ക് വെള്ളം ഒഴിച്ച് ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് വേവിക്കുക. വെള്ളം പറ്റുന്നിടം വരെ വേവിക്കുക. ഒരു 10-12 മിനിറ്റെങ്കിലും അത് വേകേണ്ടി വരും. നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ അതിലേക്ക് അരപ്പിടണം. അപ്പോൾ അരപ്പിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അരമുറി തേങ്ങ, അതുപോലെ തന്നെ പച്ചമുളക്, ഒരു 3 പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു നുള്ളി ജീരകം, കുറച്ച് കടുക്, ഇതെല്ലാം കൂടെ നല്ലപോലെ അരച്ചെടുക്കുക. നമ്മുടെ ഈ വെള്ളരിക്ക വെള്ളമെല്ലാം പറ്റിക്കഴിയുമ്പം ഈ അരപ്പ് നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്കണം. ആ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കുക. അരപ്പൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നല്ല കട്ട തൈര് അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അരപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് ചൂടായും തിളച്ച് വരണം. അതിന് ശേഷമാണ് നമ്മൾ തൈര് ഒഴിക്കുന്നത്. തൈര് നല്ല കട്ട തൈര്, ഒരുപാട് പുളിയുള്ളത് വേണ്ട. പുളിയില്ലാത്ത നല്ല തൈര്, ഒരു 1.5 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1.5 കപ്പ് തൈരും ഒഴിച്ച് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി തൈര് ചേർത്ത് അത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക്, ഒരുപാട് തിളയ്ക്കേണ്ട കാര്യമില്ല, ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇത് കടുക് താളിക്കാനാണ്. ഇത് തീ ഓഫ് ചെയ്ത് നമ്മളുടെ വെള്ളരിക്ക അരപ്പ് ചേർന്ന് തൈരും കൂടെ ചേർന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയം നമ്മളത് വാങ്ങി വെച്ചിട്ട് ഒരു ചീനിച്ചട്ടി എടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണയ്ക്കകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ അളവിന് കടുക് ഇട്ട് കൊടുക്കുക. കടുകും നന്നായിട്ടൊന്ന് പൊട്ടി വരണം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു 3-4 ചുള ചുമന്നുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കുക. ആ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മളൊരു 3 വറ്റൽമുളക് അത് കഷ്ണിച്ചതും കുറച്ച് 2 തണ്ട് കരിവേപ്പിലയും കൂടെ അതിലേക്കിട്ട് നന്നായിട്ടങ്ങ് മൂപ്പിച്ചെടുക്കുക. കടുക് താളിക്കുന്ന ആ ഒരു ലെവൽ അറിയാമല്ലോ, ആ ഒരു ലെവലിലേക്ക് നമ്മളത് മൂപ്പിച്ചെടുക്കണം. അത് മൂപ്പിച്ചെടുത്തിട്ട് ഇത് നമ്മളുടെ വെള്ളരിക്ക പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളരിക്ക പച്ചടിയിൽ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ പച്ചടി റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇത് നിങ്ങൾക്ക് എളുപ്പം ചെയ്തെടുക്കാവുന്ന ഒരു കറി കൂടെയാണ്. എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കണം. വീണ്ടും പുതിയൊരു ഐറ്റവുമായി കാണും വരെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.